ഹായ്. പി.എസ്.സി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഐ.എസ്.ആർഒയുടെ ദൗത്യങ്ങളെക്കുറിച്ച്. ഈ അടുത്ത കാലത്ത് ഐ.എസ്.ആർഒ അമേരിക്കയുടെ നാസയുമായും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി സഹകരിച്ച് നടത്തിയ 2 ദൗത്യങ്ങളെ നമുക്ക് എളുപ്പത്തിൽ ഒരു കോഡിലൂടെ പഠിക്കാം. കോഡ് ഇതാണ്: അമേരിക്കക്കാരനായ 16 വയസ്സുള്ള നിസാർ ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഐ.എസ്.ആർഒയിലെത്തി. ഒപ്പം യൂറോപ്പിൽ നിന്ന് 59 വയസ്സുള്ള ഒരാൾ കൊറോണ പ്രോബ്ലവുമായി ഐ.എസ്.ആർഒയിലും എത്തി. ഇതാണ് കോഡ്. നാസയും ഐ.എസ്.ആറും തമ്മിൽ സഹകരിച്ച ദൗത്യത്തിന്റെ പേര് നിസാർ, നാസ ഐ.എസ്.ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നുള്ളതാണ്. ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് GSLV F-16 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിലാണ്. ഇതിന്റെ ലക്ഷ്യം ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുക, കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷ പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യൂറോപ്പിൽ നിന്നെത്തിയ 59 വയസ്സുകാരൻ GSLV C-59 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 എന്ന് പറയുന്ന ദൗത്യമാണ് ഐ.എസ്.ആർഒ ബഹിരാകാശത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രോബ 3 ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നെബെക്സ് അക്കാഡമി ഫോളോ ചെയ്യുക. ഇതിൻ്റെയൊക്കെ നോട്ട് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ആയി ലഭിക്കാൻ വേണ്ടി ജോയിൻ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക.